ബിഗ് ബോസ് സീസൺ 8 സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ലാലേട്ടൻ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഒക്കെ പുറത്ത് വിട്ടിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ലാലേട്ടൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബിഗ് ബോസ് സീസൺ 8 ഒരു പ്രഡിക്ഷൻ ലിസ്റ്റാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ പറഞ്ഞാൽ ബാലാജി ശർമ്മയാണ്. ബാലാജി ശർമ്മ എല്ലാവരും അറിയാൻ ചാൻസ് ഉണ്ട്. അതിൽ സിനിമയിലും അതുപോലെ സീരിയലിലൊക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു താരമാണ്. ഇപ്പോഴും സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു താരമാണ്. അപ്പോൾ അദ്ദേഹത്തെ അറിയാണ്ടിരിക്കുന്ന ചാൻസ് കുറവാണ്. അടുത്ത് ഫസ്മിന എന്നാണ്. ഫസ്മിന ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറാണ്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ ഇട്ട് അത്യാവശ്യം സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഫസ്മിന. അപ്പോൾ അറിയാമെന്ന് വിചാരിക്കുന്നു. അടുത്ത ബബിത ബബി. കഴിഞ്ഞ സീസൺ മുതലേ പേര് വന്നിരിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു ബബിത ബബി. അപ്പോൾ ബബിത ബബി ഉണ്ടാവില്ല എന്നൊക്കെ പലരും പറയുന്നുണ്ട്. അപ്പോൾ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അടുത്ത് ജാസി. ജാസി ഒരു ട്രാൻസ്ഫോമറാണ്. സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാവുന്നൊരു വ്യക്തിയാണ് ജാസി. അപ്പോൾ ജാസിനെ അറിയാത്തതായിട്ട് കേരളത്തിൽ ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. അപ്പോൾ ജാസി ഉണ്ടാവും. അടുത്ത പറഞ്ഞാൽ ഒരു ഗേ കപ്പിൾസാണ് സോനു ആൻഡ് നികേഷ്. ഇവരെയും കഴിഞ്ഞ സീസണിൽ പോലെ ആതിര നൂറ ഇവരെ ഏറ്റെടുത്ത പോണെ പ്രേക്ഷകർ ഏറ്റെടുക്കും നമുക്ക് വിശ്വസിക്കാം. സോനു ആൻഡ് നികേഷ് ഒരു കേരളത്തിലെ ഒരു ഗേ കപ്പിൾസാണ്. അടുത്ത് സൗമ്യ ഒരു ആക്ട്രസ്സാണ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇൻസ്റ്റഗ്രാമിലും അല്ല ടി വിയിലൊക്കെ ഒരു ആക്ട്രസ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ നമ്മുടെ അടുത്ത വിളിച്ചെന്ന് പറയുന്നത് ടിങ്കിൾ ബാൽ. കേരള ഹൗസിലൊക്കെ പണ്ടുണ്ടായിരുന്നൊരു കണ്ടസ്റ്റൻ്റാണ്. വളരെ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഈ സീസണിൽ അടിപൊളിയാവുന്ന നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തുള്ള ദാസേട്ടൻ കോഴിക്കോട്. ദാസേട്ടൻ അറിയാത്തവരായിട്ട് ചാൻസ് കുറവാണ്. പണ്ട് ടിക്ടോക്കുള്ള കാലം മുതലും അദ്ദേഹം വൈറലായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ദാസേട്ടൻ കോഴിക്കോട്. അപ്പോൾ ദാസേട്ടൻ ഇപ്രാവശ്യം ഉണ്ടാവുന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കാം. ഇനി അടുത്തുള്ള വിക്കി തഗ്. യൂട്യൂബറാണ്. ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോയും നമ്മുടെ യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യുന്നൊരു വ്യക്തിയാണ്. അത്യാവശ്യം സംസാരിക്കാനൊക്കെ കഴിവുള്ള വ്യക്തിയാണ്. അടുത്ത നിത ബ്രോമി. ഒരു യൂട്യൂബർ ആണ്. യൂട്യൂബിലൊക്കെ ഫാമിലി ആയിട്ടൊരു വീഡിയോ ചെയ്യുന്ന വ്യക്തിയാണ്. ഫാമിലി ഓഡിയൻസിനൊക്കെ അത്യാവശ്യം അറിയുന്നൊരു വ്യക്തിയാണ് നിത ബ്രോമി. അടുത്ത് റിമി ജോർജ്. ഇപ്പോൾ അടുത്തൊരു രാഹുൽ മാങ്കോടത്തിൻ്റെ വിഷയത്തിലൊക്കെ കോൺട്രവേഴ്സിയിലൊക്കെ വന്നിട്ടുള്ള ഒരു പേര് കേട്ടൊരു വ്യക്തിയാണ് നിത ബ്രോമി. ഇപ്രാവശ്യം ഉണ്ടാവുന്നുള്ള പ്രഡിക്ഷൻ ലിസ്റ്റിലൊക്കെ അത്യാവശ്യം കാണുന്നൊരു പേരും കൂടിയാണ് നിത ബ്രോമി. ഇനി അടുത്തുള്ളത് അഖിൽ ദാസ്. ഇദ്ദേഹം യൂട്യൂബറാണ്. ഇദ്ദേഹത്തിൻ്റെ വീഡിയോ ഈ ബിഗ് ബോസിനെ കുറിച്ചും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ്. അത്യാവശ്യം നല്ല വൃത്തിക്ക് സംസാരിക്കാൻ അറിയുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഇദ്ദേഹം വന്നാൽ അടിപൊളിയായിരിക്കും. പിന്നെയുള്ളത് രാജേഷ് ഹബ്ബാർ. ഇദ്ദേഹത്തെ പിന്നെ ഫോട്ടോ കണ്ടാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവും. പണ്ട് മുതലേ സിനിമയിലൊക്കെ വില്ലൻ വേഷവും അതുപോലെ സീരിയലൊക്കെ വില്ലൻ വേഷം ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പം ഇതാണ് നമ്മുടെ ഈ ഒരു സീസണിലെ പ്രഡിക്ഷൻ ലിസ്റ്റ് വരുന്നത്. അപ്പോൾ ഇതിൽ ആരെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത്, ഇതിൽ ആര് വരാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. അപ്പോൾ ഓക്കെ, ബൈ.